നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ദരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. പ്രതിരോധ മരുന്ന് വിതരണത്തിന് തുടക്കമായി. നാട്യരത്നം കണ്ണൻ പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാന്. പുരസ്കാര സമർപ്പണം 26-ന് നടക്കും. പ്രകൃതി ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി പച്ച പ്രദർശനം തുടങ്ങി. വാഴന്നൂറോടി പ്രദേശത്തെ അപകീർത്തിപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ നാട്ടുകാർ കൈകോർത്തു. ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനം. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിൽ ഐക്കൺ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ബല്ലാക്കടപ്പുറത്തെ മഹമ്മൂദിന്റെ കുടുംബത്തിന് സഹായമൊരുക്കി SYS പ്രവർത്തകർ. CPI കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. നോർത്ത് കോട്ടശ്ശേരിയിലും വെള്ളിക്കോത്തും വിവിധ പരിപാടികൾ നടന്നു. വാർത്തകൾ വിശദമായി. മന്ദരോഗ പ്രതിരോധ മരുന്ന് വിതരണം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. മന്ദരോഗത്തെ പ്രതിരോധിക്കാനായി ആരോഗ്യവകുപ്പ് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് മരുന്ന് വിതരണത്തിനായി പ്രത്യേക ബൂത്ത് ഒരുക്കിയിരുന്നു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ദേശീയ മന്ദരോഗ നിവാരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം E. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് കാസർഗോഡ് സ്വദേശികളായ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം, കളങ്കര പോലുള്ള മുതലാൽ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മന്ദരോഗം വ്യാപകമായിരുന്നു. വലിയ ഒരളവിൽ അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പിനെ ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഫലമായി സാധിച്ചിട്ടുണ്ടെന്ന് കാണാം. നമ്മുടെ ധാരണ ഇപ്പോൾ ഏതാണ്ട് മന്ദരോഗം പൂർണ്ണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ധാരണയിലാണ്. അപൂർവമായി ചിലയിടങ്ങളിൽ കാണുന്ന രോഗം കണ്ടാലും ആളുകൾ കരുതുക ഇത് എനിക്ക് വരില്ല, ഇത് അപൂർവം ചില ആളുകൾക്ക് മാത്രമുള്ളവരാണ്. നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷയായി. ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ബൂത്തിന്റെ ഉദ്ഘാടനം മിഡ് ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് KG അനിൽ നിർവഹിച്ചു. മന്ദരോഗ ചിത്രങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ ഹെൽത്ത് സർവീസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജയശങ്കരൻ പ്രകാശനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ P. ഗോപിനാഥൻ, ഡോക്ടർ E. മോഹനൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് PV കുഞ്ഞികൃഷ്ണൻ നായർ, നാരായണൻ നായർ, വില്യം ജോസഫ്, V. സുരേശൻ, M. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്യരത്നം കണ്ണൻ പട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരത്തിന് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാൻ അർഹനായി. പുരസ്കാര സമർപ്പണം 26-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നാട്യരത്നം കണ്ണൻ പാട്ടാളിയുടെ സ്മരണയ്ക്കായി ഡിസംബർ 26-ന് കഥകളി ആചാര്യ പുരസ്കാരം സമർപ്പണം നടക്കും. അരുവത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് ഇടനീർ മഠാധിപതി ശ്രീ കേശവാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. 100-ാം വയസ്സിലും അരങ്ങിനെ വിസ്മയിപ്പിക്കുന്ന ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാനാണ് കഥകളി ആചാര്യ പുരസ്കാരത്തിന് അർഹനായത്. പുരസ്കാര സമർപ്പണത്തിന് ശേഷം കല്യാണ സൗഗന്ധികം കഥകളിയും അരങ്ങേറും. ചടങ്ങിൽ KU ദാമോദര തന്ത്രി, ഉസ്താദ് ഹസൻ ബായി, നാരായണ മാരാർ, ലക്ഷ്മികാന്ത അഗിത്തായ എന്നിവരെ ആദരിക്കും. ഈ വർഷം മുതൽ ആശാന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി കഥകളി ആചാര്യ പുരസ്കാരവും ട്രസ്റ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശാന്റെ പേരിലുള്ള പ്രഥമ കഥകളി ആചാര്യ പുരസ്കാരം അതിനർഹനായിരിക്കുന്നത് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാനാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AM ശ്രീധരൻ, സന്തോഷ് പനയാൽ, സതീശൻ നമ്പ്യാർ, VV സുകുമാരൻ, മുരളി മാസ്റ്റർ, അഡ്വക്കേറ്റ് K. പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. പ്രകൃതി ദൃശ്യങ്ങളെ നേർക്കാഴ്ചയാക്കി പച്ച ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. ചിത്രകാരൻ A. സത്യനാഥിന്റെ ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം ക്യാൻവാസിലാക്കിയപ്പോൾ അവ മനോഹരങ്ങളായ ചിത്രങ്ങളായി മാറി. ചിത്രകാരൻ സത്യനാഥിന്റെ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യനെ പ്രകൃതിയോട് അടുപ്പിക്കുന്നതിന് സഹായമാവുന്ന ചിത്രങ്ങളാണ് പച്ച ചിത്ര പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ചിത്രം വരച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചാൽ ചിത്രകാരൻ ഭാസ്കരനും ഞാൻ
സ്കൂൾ പഠിക്കുമ്പോൾ ചിത്രം വരയ്ക്കുകയും ഭാസ്കരന് സ്ഥിരമായിട്ട് ഫസ്റ്റ് കിട്ടുകയും എനിക്ക് കിട്ടുകയും കോളേജിൽ പഠിക്കുന്നു. പിന്നെ കഥയിൽ എനിക്ക് ഫസ്റ്റും ഭാസ്കരന് സെക്കൻഡും കിട്ടുകയും ചെയ്തിരുന്നൊരു കാലമാണ്. പിന്നെ ഭാസ്കരൻ ചിത്രത്തിലേക്ക് ഞാൻ കഥയിലേക്കും പൂർണ്ണമായിട്ട് മാറിപ്പോയി. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യമുള്ളതുകൊണ്ട് ചിത്രം കണ്ടാൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു ചെറിയ കഴിവ് ഉണ്ട്. ആ ഒരു കഴിവ് വെച്ചിട്ട് 2 പ്രാവശ്യം ഈ ചിത്രങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പല്ലവനാരായണൻ അധ്യക്ഷനായി. ബിജു കാഞ്ഞങ്ങാട്, പ്രേമചന്ദ്രൻ ചോമ്പാല, രാജേഷ് കൃഷ്ണ, എ സത്യനാഥ് എന്നിവർ സംസാരിച്ചു. ചിത്രപ്രദർശനം 21-ന് സമാപിക്കും. വാഴന്നൂറോടി പ്രദേശത്തെ അപകീർത്തിപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നാട്ടുകാർ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. വാഴന്നൂറോടി പ്രദേശത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തുന്ന സാമൂഹ്യവിരുദ്ധ ശക്തികളെ ഒറ്റപ്പെടുത്താനായി നാട്ടുകാർ ഒത്തുചേർന്നു. വാഴന്നൂറോടിയിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. നാട്ടുകാരുടെ കൂട്ടായ്മ ഹോസ്റ്റൂർ എസ് ഐ ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ പണി വളരെ വിപുലവും. നിങ്ങൾ പറഞ്ഞല്ലോ, പണ്ട് പറയും ക്രമസമാധാന പ്രശ്നം മാത്രമാണ് പോലീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ന് അങ്ങനെയല്ല. പോലീസ് പറയുന്നത് നാട്ടിൽ അടിയുണ്ടായോ അല്ലെങ്കിൽ കുത്തുണ്ടാവുകയോ വെട്ടുണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്ന ഒരു പോലീസ് അല്ല ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ ഇങ്ങനെ തിമർത്താടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ വാഴുന്നോറടി, കൗൺസിലർമാരായ പി മോഹനൻ, കെ അമ്പുഞ്ഞി, ബാലകൃഷ്ണൻ പൽക്കുൽ എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി ഭാരവാഹികളായി പ്രഭാകരൻ വാഴുന്നോറടി, അനിൽ വാഴുന്നോറടി, അമ്പുഞ്ഞി, പി മോഹനൻ എന്നിവരെ തിരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിൽ ഐക്കൺ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും നന്മയിലുള്ള വളർച്ചയ്ക്കും പഠന മികവിനും ദൈവോന്മുഖമായ വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്ന പരിശീലന പരിപാടികളാണ് ഐക്കൺ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ കാഞ്ഞങ്ങാട് കോൺവെന്റിലെ മദർ സി ജോസ്നെയാണ് പരിശീലന പ്രവർത്തനങ്ങൾക്ക് ഇടവകയിൽ നേതൃത്വം നൽകുന്നത്. ക്രിസ്തുദാസി സഭയുടെ അസിസ്റ്റന്റ് മദർ ജനറൽ സി ആലിസ് പരിപാടികൾ വിശദീകരിച്ചു. ചടങ്ങിൽ സി ആദിറ്റ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഫൊറാന വികാരി ഫാദർ മാത്യു ആലങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുങ്ങൾ പഠിച്ചതിന് ശേഷം പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കാൻ നമുക്ക് സമയമില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ അമിതമായ ഉത്കണ്ഠകളുള്ളവരാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ അറിയുന്നതിൽ പലപ്പോഴും നമ്മുടെ സമയമില്ല, ഉത്കണ്ഠയില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ മാറിൽ കിടന്ന് വളരേണ്ടവരാണെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ മാറിക്കിടക്കുന്നവരാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ റോയ് വടകര, ജോർജ് പേണ്ടാനത്ത്, ഷാജി എന്നിവർ സംസാരിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. വെള്ളിക്കോത്ത് വെച്ചാണ് ചടങ്ങ് നടന്നത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഡിസംബർ 17, 18 തീയതികളിൽ വെള്ളിക്കോത്ത് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. തിരൂരിൽ വെച്ച് നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിൽ മികവ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. മാളവിക, കൃഷ്ണേന്ദു, അനഘ, ദ്യുതി, നിതിൻ മാധവ് എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ആലിങ്കൽ ദാമോദരൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനു വേണ്ടിയാണോ രാജ്യത്ത് രൂപം കൊണ്ടത് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും പ്രകടം പതിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയപരമായ വ്യതിയാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ഏതാനും നേതാക്കൾ പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M പൊക്കുളൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, മൂലക്കണ്ടം പ്രഭാകരൻ, AV സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി സരസൻ പെരളം സ്വാഗതവും പ്രകാശൻ നന്ദിയും പറഞ്ഞു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നോർത്ത് കോട്ടച്ചേരിയിൽ ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു.
CPIM നോർത്ത് കോട്ടശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന കമ്പവലി മത്സരത്തിൽ ദേശാഭിമാനി എച്ചിലടക്കം 1ാം സ്ഥാനം നേടി. AKG പുല്ലൂർ 2ാം സ്ഥാനവും EMS ഉദയനഗർ 3ാം സ്ഥാനവും യഗ്മൻ സായമ്പറ 4ാം സ്ഥാനവും നേടി. കമ്പവലി മത്സരം CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ അപകടത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇപ്പോൾ വന്നതുപോലുള്ള ഒരു അപകടം അന്നും മറനീക്കി കാണിച്ചതാണ്. ആ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി, വർഗീയ ശക്തികളുടെ വരവ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അവരുടെ അധികാരാരോഹണം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. മൂലക്കണ്ണം പ്രഭാകരൻ, AV സഞ്ജയൻ, VV രമേശൻ, കാറ്റാടി കുമാരൻ, MV രാഘവൻ എന്നിവർ സംസാരിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M. പൊക്ലൻ സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP ബാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ MV സുനിൽ സ്വാഗതം പറഞ്ഞു. HMS നേതാവ് KP കുഞ്ഞമ്പു നായരുടെ അനുസ്മരണ ചടങ്ങും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. HMS ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. HMS നേതാവ് KP കുഞ്ഞമ്പു നായരുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നടന്ന അനുസ്മരണ സമ്മേളനം HMS ജില്ലാ പ്രസിഡന്റ് M. കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. അന്ന് ഈ പ്രദേശമെല്ലാം ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് നേതാക്കന്മാർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ്. കാസർഗോഡിലെ വേദനാരായണൻ അടക്കപ്പെടാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു പ്രസ്ഥാനമാണ്. എന്നാൽ കോൺഗ്രസിന്റെ അകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നയപരിപാടികളുമായി വിയോജിപ്പെടുകയാണ്. HMS ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PV തമ്പാൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. PP സുന്ദരൻ, K. രവീന്ദ്രൻ, M. കുമാരൻ, നാരായണൻ കുറ്റിക്കോൽ തുടങ്ങിയവർ സംസാരിച്ചു. HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ സ്വാഗതം പറഞ്ഞു. നുള്ളിപ്പാടി ചെന്നിക്കര ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ധനഞ്ജയ മധൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് 2 ശ്മശാനങ്ങളാണ് ഇവിടെ വരുന്നുള്ളത്. ഒന്ന് പള്ളവും ഒന്ന് ചെന്നിക്കരയും. എന്താണ് ഇന്ന് അതിന്റെ സ്ഥിതി? പള്ളത്തേക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ വരെ ഇവിടുത്തെ അധികൃതർ തയ്യാറാകുന്നില്ല. മഴക്കാലത്ത് അവിടെ ഒരു ശവം പോലും ദഹിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ ഇവർ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവിടെ വികസനം വരണം, ചെന്നിക്കര ശ്മശാനം പുതുക്കി പണിയുകയാണ്, അതിന് നമ്മൾ പൂർണ്ണവിധ സഹകരണവും കൊടുക്കുമെന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഒരു 5 വർഷം മുമ്പ് ഇതേ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ ചേർന്ന് അവിടെ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നെന്താണ് സ്ഥിതി? 5 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഴലിൽ മാത്രം ഒതുങ്ങിക്കെടുക്കുകയാണ് വികസനം. ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഗുരുപ്രസാദ്, വരപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയുടെ നേതൃത്വത്തിൽ അതിയാമ്പൂർ പുനഃസമാഗമം സംഘടിപ്പിച്ചു. ഓർമ്മകൾ പങ്കുവെച്ച് നടന്ന ഈ പുനഃസമാഗമം ഏറെ ശ്രദ്ധേയമായി. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അതിയാമ്പൂർ പുനഃസമാഗമം സംഘടിപ്പിച്ചു. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവെച്ചാണ് അവർ മടങ്ങിയത്. P. കരുണാകരൻ MP അതിയാമ്പൂർ പുനഃസമാഗമം ഉദ്ഘാടനം ചെയ്തു. ഓരോ ഗ്രന്ഥശാലക്കും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തന്നെ അതിവിപുലമായ ഒരു ചരിത്രമാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വായനശാലകളും ഗ്രന്ഥാലയങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു 75 വർഷം മുമ്പെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണ്. നമ്മുടെ പഴയകാല നേതാക്കളുടെ ചരിത്രങ്ങൾ അതൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, അവരുടെയൊക്കെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വായനശാലകളുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, പ്രമോദ് വെള്ളച്ചാൽ, AK നാരായണൻ, P. ലീല തുടങ്ങിയവർ സംസാരിച്ചു. B. ബാബു സ്വാഗതവും MK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ബല്ലാക്കടപ്പുറത്തെ മഹമ്മൂദിന്റെ കുടുംബത്തിന് സഹായവുമായി SYS പ്രവർത്തകർ രംഗത്തെത്തി.
മഹമ്മൂദിന്റെ മകളുടെ വിവാഹത്തിന് ധനസഹായം കൈമാറി. ബല്ലാക്കടപ്പുറം ജുമാ മസ്ജിദിന് സമീപം ചായക്കട നടത്തിവരുന്ന മഹമ്മൂദിന്റെ മകളുടെ വിവാഹത്തിനായി ധനസഹായം എത്തിക്കാൻ SYS ബല്ലാക്കടപ്പുറം യൂണിറ്റ് പ്രവർത്തകർ രംഗത്തിറങ്ങി. ബല്ലാക്കടപ്പുറം ശാഖാ കമ്മിറ്റിയും ഗൾഫ് കമ്മിറ്റിയും ഏർപ്പെടുത്തിയ വിവാഹ ധനസഹായം സയ്യിദ് KPS തങ്ങൾ അബ്ദുള്ള ഹമീദ് മദനിയെ ഏൽപ്പിച്ചു. ചടങ്ങിൽ സുന്നി സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. SYS ജില്ലാ സംഘടനാ സെക്രട്ടറി അഷ്റഫ് കരിപ്പോടി, C അബ്ദുള്ള ഹാജി, ആലിക്കുട്ടി ഹാജി, നസീർ തെക്കേക്കര, പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി, അബ്ദുൾ റഷീദ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനത പട്ടികജാതി പട്ടികവർഗ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ SC/ST മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ പട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. കേരളം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണി സർക്കാരുകൾ, ആ മുന്നണി സർക്കാരുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളം മാറി മാറി ഭരിച്ച ഇടതുപക്ഷ വലതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ കേരളത്തിൽ നടത്തുന്നത്. SC/ST മോർച്ച ജില്ലാ പ്രസിഡന്റ് രാമപ്പ മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജില്ലാ സെക്രട്ടറി S കുമാർ, ബാബു കുബന്നൂർ, KB സമ്പത്ത്, സുരേഷ് കാലങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. മോനാച്ച വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 41ാം വാർഷികാഘോഷം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. മോനാച്ച വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 41ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. രസകരങ്ങളായ ഒട്ടേറെ പരിപാടികളും നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കമ്പൗലി മത്സരം ആവേശം പകർന്നു. പുരുഷന്മാരുടെയും വനിതകളുടെയും കമ്പൗലി മത്സരവും നടന്നു. ദമ്പതിമാരുടെ കമ്പൗലി മത്സരം ശ്രദ്ധേയമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് നഗരസഭയിൽ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം നടന്നു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ചെയർമാൻ TE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം നവംബർ 22-നകം ചേർന്നു. ഇപ്പോൾ ഡിസംബർ 15-നാണ് ചേർന്നിട്ടുള്ളത്. വാർഡ് സഭ 2015 ജനുവരി 9-നകം വിളിച്ചു ചേർക്കണമെന്ന് പറഞ്ഞ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടു. സഭാ തീരുമാനങ്ങളുടെ ക്രോഡീകരണം ജനുവരി 13. അതുപോലെ തന്നെ കരട് പദ്ധതി തയ്യാറാക്കാൻ വർക്കിംഗ് ഗ്രൂപ്പുകളാണ്. മുനിസിപ്പൽ സെക്രട്ടറി KP വിനയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ താഹിറ സത്താർ, A അബ്ദുൾ റഹ്മാൻ, ആയിഷത്ത് റുമൈസ റഫീഖ്, G നാരായണൻ, P രമേശ്, M സുമതി, അബ്രഹാം, അബ്ബാസ് ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നത്തിന് തുടക്കമായി. പാണപ്പുഴ നാരായണൻ ജ്യോത്സ്യരാണ് അഷ്ടമംഗല്യ പ്രശ്നത്തിന് നേതൃത്വം നൽകുന്നത്. അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അഷ്ടമംഗല്യ പ്രശ്നം നടത്തുന്നത്. പാണപ്പുഴ നാരായണൻ ജ്യോത്സ്യരാണ് അഷ്ടമംഗല്യ പ്രശ്നത്തിന് നേതൃത്വമേകുന്നത്. ക്ഷേത്രം മേൽശാന്തി ഹരിചന്ദ്ര പുരോഹിതർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK രാമകൃഷ്ണനാചാരി, മോഹനാചാരി, പുരുഷോത്തമൻ വിശ്വകർമ്മൻ, N ബാലകൃഷ്ണനാചാരി, വിജയനാചാരി, നാരായണനാചാരി തുടങ്ങിയവർ നേതൃത്വമേകി. എടമുണ്ടയിലെ രഞ്ജിത്തിന്റെ മരണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DYFI മേഖലാ കമ്മിറ്റി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പുല്ലൂർ എടമുണ്ടയിലെ രജിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിങ്കളാഴ്ച രാവിലെ നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നടന്ന മാർച്ചിൽ DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജ്മോഹൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഞ്ജയൻ, DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് PK നിഷാന്ത്, ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM നേതാക്കളായ TV കരിയൻ, AV കുഞ്ഞമ്പു, MV നാരായണൻ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷരവെളിച്ചം നൽകിയ പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂൾ സ്ഥാപിതമായിട്ട് ഒരു നൂറ്റാണ്ടിനോടടുക്കുന്നതിനിടയിലാണ് പഴയ വിദ്യാർത്ഥികൾ ഒരു വട്ടം കൂടി പഴയ വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുചേർന്നത്.
പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നമ്മൾ ചിതറിപ്പോക്കുകയും ചെയ്ത ഒരു കൂട്ടത്തെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എം അസിനാർ അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ നിർവഹിച്ചു. പ്രമുഖ സാംസ്കാരിക പ്രഭാഷകനായ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ ടി കുഞ്ഞികൃഷ്ണൻ, എൻ സുലേഖ, ടി കുമാരൻ, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുള്ള പടന്നക്കാട്, ഹെഡ് മാസ്റ്റർ എം ഗംഗാധരൻ, സ്റ്റാഫ് സെക്രട്ടറി VV ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സ്റ്റിയറിംഗ് കമ്മിറ്റി കൺവീനർ CM അബൂബക്കർ സ്വാഗതവും കെ കുശലൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്കൂൾ മേള വിജയികളെ ആനയിച്ച് ഘോഷയാത്രയും നടത്തിയിരുന്നു. CPM നീലേശ്വരം ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ചോയ്യങ്കോട്ട് മഹിളകളുടെയും കുട്ടികളുടെയും സംഗമം നടത്തി. രാജ്യത്താകെ സ്ത്രീകളും കുട്ടികളും കടുത്ത അക്രമങ്ങൾക്ക് ഇരയാകുന്നതായി സംഗമം ഉദ്ഘാടനം ചെയ്ത CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. ചോയ്യംകോട് ചന്തു ഓഫീസർ സ്മാരക മന്ദിരത്തിലെ കെ ശാന്ത, PB മനോജൻ നഗറിലാണ് മഹിളകളുടെയും കുട്ടികളുടെയും സംഗമവും സെമിനാറും നടന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥതയായിട്ട് ടീച്ചറെ നിങ്ങൾ കൈനി വേഗം നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യാനുണ്ടെന്നാണ് അല്ലേ, എന്തൊക്കെ ചെയ്യാനുണ്ടെന്നാണ് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ധാരാളം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ആർക്കും വീട്ടിൽ തന്നെ പോയി ഇരിക്കാൻ മനസ്സ് വരില്ല. രാജ്യത്താകെ സ്ത്രീകളും കുട്ടികളും കടുത്ത കടന്നാക്രമങ്ങൾക്ക് ഇരയാകുകയാണെന്നും സ്ത്രീ പീഡനങ്ങളുടെ കഥയാണ് നിത്യവും മാധ്യമങ്ങളിലൂടെ വരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശൈലജ അഭിപ്രായപ്പെട്ടു. നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും ഇത്തരം പീഡനങ്ങൾക്ക് കുറവുണ്ടാകുന്നില്ല. നിലവിലുള്ള ഭരണക്കാർക്ക് ഇതിനെ തടയിടാനുമാകുന്നില്ല. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന സംസ്കാരത്തിന് മാറ്റം വരികയും സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള പദവി ഉയർത്താൻ കഴിയുകയും വേണമെന്നും എന്നാൽ രാജ്യം ഭരിക്കുന്നവർക്ക് താൽപ്പര്യമില്ലെന്നും ശൈലജ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TK രവി, ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഭിഷണ പ്രസാദ്, ബാലസംഘം ഏരിയ കൺവീനർ V പ്രകാശൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി TV ശാന്ത, PV ശാരദ, SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചിന്ത ജെറോം, ബാലസംഘം ജില്ലാ സെക്രട്ടറി MV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വിധുബാല സ്വാഗതം പറഞ്ഞു. സുൽത്താൻ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡിന്റെ കാഞ്ഞങ്ങാട്ടെ ഷോറൂമിൽ ഡയമണ്ട് ആഭരണ പ്രദർശനം തുടങ്ങി. സുൽത്താൻ ഡയമണ്ട് ആൻഡ് ഗോൾഡിന്റെ വിവിധ ഷോറൂമുകളിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനം തുടങ്ങി. കാഞ്ഞങ്ങാട്ടെ ഷോറൂമിൽ ആരംഭിച്ച പ്രദർശനം ഡോക്ടർ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ മാനേജർ ഉണ്ണിത്താൻ, ഷെയർ ഹോൾഡർ TM കുഞ്ഞബ്ദുള്ള, A അബ്ദുള്ള, ഡോക്ടർ UB കുനിക്കുല്ലായ തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്രാഞ്ച് മാനേജർ PP അജിത് സ്വാഗതം പറഞ്ഞു. അഡ്മിനർ മാനേജർ ബാബു ജോസഫ്, ജയരാജ് എന്നിവർ നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ദരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. പ്രതിരോധ മരുന്ന് വിതരണത്തിന് തുടക്കമായി. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാന്. പുരസ്കാര സമർപ്പണം 26-ന് നടക്കും. പ്രകൃതി ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി പച്ച പ്രദർശനം തുടങ്ങി. വാഴന്നൂറോടി പ്രദേശത്തെ അപകീർത്തിപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ നാട്ടുകാർ കൈകോർത്തു. ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനം. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിൽ ഐക്കൺ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ബല്ലാക്കടപ്പുറത്തെ മഹമ്മൂദിന്റെ കുടുംബത്തിന് സഹായമൊരുക്കി SYS പ്രവർത്തകർ. CPI കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. നോർത്ത് കോട്ടച്ചേരിയിലും വെള്ളിക്കോത്തും വിവിധ പരിപാടികൾ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.